എല്ലാവർക്കും നമസ്കാരം. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 2ാം വർഷ പരീക്ഷാ ഫലമാണ് പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നത്. വാർത്താ സമ്മേളനത്തിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീമതി റാണി ജോർജ് IAS, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ ഷാനവാസ് S IAS, ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ജോയിൻറ്റ് ഡയറക്ടർ ശ്രീ മാണിക്കരാജ്, അക്കാദമിക് വിഭാഗം ജോയിൻറ്റ് ഡയറക്ടർ ശ്രീമതി ഷാജിദ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി ലിസി ജോസഫ് തുടങ്ങിയവരാണ് പങ്കെടുക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 2ാം വർഷ പരീക്ഷാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് ഫലം പ്രഖ്യാപിക്കുകയാണ്. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം. സ്കൂൾ ജീവിതത്തിൻ്റെ അവസാന ഘട്ടവും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ചവിട്ടുപടിയുമാണിത്. നമ്മുടെ കുട്ടികൾക്ക് മികച്ച രീതിയിലുള്ള പഠന പ്രക്രിയയിലൂടെ നല്ല ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകി അവരെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെത്തിച്ച് നാടിനും സമൂഹത്തിനും ഉപയുക്തമായ രീതിയിൽ വാർത്തെടുക്കുക എന്നത് നമ്മുടെ ഏവരുടെയും കർത്തവ്യമാണ്. അതിനായുള്ള തീവ്ര പരിശ്രമത്തിൻ്റെയും നിതാന്ത ജാഗ്രതയുടെയും പ്രതിഫലനമാണ് ഇന്ന് നടക്കുന്ന ഈ റിസൾട്ട് പ്രഖ്യാപനം. സാധാരണ നിലയിലുള്ള അധ്യയനം നന്നായി നടന്ന വർഷമാണ് 2024-25. ഇന്ന് ഫലം പ്രസിദ്ധീകരിക്കുന്ന കുട്ടികളുടെ 1ാം വർഷ പരീക്ഷകൾ 2024 മാർച്ച് 1 മുതൽ മാർച്ച് 26 വരെ തീയതികൾ നടത്തുകയുണ്ടായി. തുടർന്ന് അവരുടെ 2ാം വർഷ പഠന ജൂൺ 3 തന്നെ ആരംഭിച്ചു. സാധാരണ 1ാം വർഷ പരീക്ഷ എഴുതിയ കുട്ടികളുടെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ സെപ്റ്റംബർ മാസത്തിലാണ് നടക്കാറുള്ളത്. എന്നാൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി 2025 മാർച്ച് മാസത്തിലെ 2ാം വർഷ പൊതുപരീക്ഷയുടെ കൂടെയാണ് ഈ വർഷത്തെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടത്തിയതെന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്. 2025 മാർച്ച് 3 മുതൽ 26 വരെ തീയതികളിലായി 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടത്തുകയുണ്ടായി. ഹയർ സെക്കൻഡറിയിൽ കേരളത്തിനകത്തും പുറത്തുമായി 2017 സ്കൂളുകൾക്കായി 2000 പരീക്ഷാ കേന്ദ്രങ്ങളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 389 പരീക്ഷാ കേന്ദ്രങ്ങളുമാണ് സജ്ജമാക്കിയിട്ടുള്ളത്. റെഗുലർ കുട്ടികൾക്ക് പുറമെ ഓപ്പൺ സ്കൂൾ, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി, സ്പെഷ്യൽ സ്കൂൾ, ആർട്ട് ഹയർ സെക്കൻഡറി എന്നീ വിഭാഗത്തിലെ പരീക്ഷകളും ഇതോടൊപ്പം നടത്തുകയുണ്ടായി. ഹയർ സെക്കൻഡറിക്ക് 89 മൂല്യനിർണ്ണയ ക്യാമ്പുകളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് 8 മൂല്യനിർണ്ണയ ക്യാമ്പുകളും സജ്ജീകരിച്ചിരുന്നു. ഹയർ സെക്കൻഡറിയിൽ 23,483 അധ്യാപകരും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 2,227 അധ്യാപകരും മൂല്യനിർണ്ണയത്തിൽ പങ്കെടുത്തു. 2025 ഏപ്രിൽ മാസം 3 മുതൽ മെയ് 7 വരെ തീയതികളിലായി 2ാം വർഷ മൂല്യനിർണ്ണയം പൂർത്തിയാക്കി. മൂല്യനിർണ്ണയത്തോടൊപ്പം ടാബുലേഷൻ ജോലിയും പൂർത്തിയാക്കിയിരുന്നു. ഈ വർഷത്തെ പ്രായോഗിക പരീക്ഷകൾ 2025 ജനുവരി മാസം 21 മുതൽ ഫെബ്രുവരി മാസം 14 വരെ തീയതികളിലായി നടന്നു. പരീക്ഷകൾ ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കുവാനും പരീക്ഷാഫലം സമയബന്ധമായി പ്രസിദ്ധീകരിക്കുവാനും പരീക്ഷാ ബോർഡ് ചെയർമാനോടൊപ്പം പ്രവർത്തിച്ച പരീക്ഷാ സെക്രട്ടറിമാർ, DDമാർ, RDDമാർ, ADമാർ, സിസ്റ്റം മാനേജർ, അധ്യാപക സംഘടനയുടെ എല്ലാ നേതാക്കന്മാരും ഇവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ പിന്തുണച്ചുകൊണ്ട്. അധ്യാപകർ, മൂല്യനിർണ്ണയ ക്യാമ്പിന് നേതൃത്വം നൽകിയവർ, സാങ്കേതിക സഹായം നൽകിയ NIC അധികൃതർ, പരീക്ഷാ വിഭാഗം ജീവനക്കാർ എന്നിവരെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. പരീക്ഷ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അനുമോദനങ്ങൾ നേരുന്നു. ഏതെങ്കിലും പ്രതികൂല സാഹചര്യത്തിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടാൻ കഴിയാത്തവർ ഒട്ടും പ്രയാസപ്പെടേണ്ടതില്ല. അവർക്ക് വിജയിച്ചവരിൽ ആവശ്യമെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ മാർക്ക് മെച്ചപ്പെടുത്തുന്നതിനുമായി 2025 ജൂൺ 23 മുതൽ 27 വരെ തീയതികളിലായി സേവ് എ ഇയർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടത്തുന്നതാണ്. വിശദമായ നോട്ടിഫിക്കേഷൻ ഇന്ന് തന്നെ പുറപ്പെടുവിക്കുന്നതാണ്. ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം 2025 മാർച്ച് 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആകെ 2002 സ്കൂളുകളിൽ നിന്ന് റെഗുലർ വിഭാഗത്തിൽ 3,70,642 പേർ പരീക്ഷ എഴുതി. പരീക്ഷയിൽ 2,80,894 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയം 77.81%. മുൻവർഷം ഇത് 78.69%.
78.69% വ്യത്യാസം എന്ന് പറയുന്നത് 0.88% കുറവ്. റിസൾട്ട് വിശദമായി. റെഗുലർ സ്കൂൾ ഗോയിങ് ആകെ കുട്ടികൾ 3,70,642. ആൺകുട്ടികൾ 1,79,952. ജയിച്ചവർ 1,23,160. വിജയശതമാനം 68.44%. പെൺകുട്ടികൾ 1,96,690. ജയിച്ചവർ 1,65,234. വിജയശതമാനം 86.65%. റെഗുലർ സ്കൂൾ ഗോയിങ് കോമ്പിനേഷൻ അടിസ്ഥാനത്തിൽ സയൻസ് ഗ്രൂപ്പ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,89,263. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 1,57,561. വിജയശതമാനം 83.25. ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 74,583. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 51,578. വിജയശതമാനം 69.16. കൊമേഴ്സ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,06,796. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 79,255. വിജയശതമാനം 74.21. റെഗുലർ സ്കൂൾ ഗോയിങ് സർക്കാർ സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,63,904. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 1,20,027. വിജയശതമാനം 73.23. എയ്ഡഡ് സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,82,409. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 1,49,863. വിജയശതമാനം 82.16. അൺഎയ്ഡഡ് സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 23,998. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 18,218. വിജയശതമാനം 75.91. സ്പെഷ്യൽ സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 331. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 286. വിജയശതമാനം 86.40. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ റെഗുലർ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ എണ്ണം 30,145. കഴിഞ്ഞ വർഷം ഇത് 39,242. ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആകെ കുട്ടികൾ 1,481. ആൺകുട്ടികൾ 1,051. പെൺകുട്ടികൾ 430. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 1,048. വിജയശതമാനം 70.76. കേരള കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ആകെ കുട്ടികൾ 56. ആൺകുട്ടികൾ 31. പെൺകുട്ടികൾ 25. ഉപരിപഠനത്തിന് യോഗ്യരായ കുട്ടികളുടെ എണ്ണം 45. വിജയശതമാനം 80.36. സ്കോൾ കേരള ആകെ കുട്ടികൾ 28,561. ആൺകുട്ടികൾ 16,375. പെൺകുട്ടികൾ 12,186. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 13,288. വിജയശതമാനം 46.522%. അതായത് കഴിഞ്ഞ വർഷം 40.61 നല്ലൊരു വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. പ്രൈവറ്റ് കമ്പാർട്ട്മെൻ്റൽ ആകെ കുട്ടികൾ 33,807. ആൺകുട്ടികൾ 22,814. പെൺകുട്ടികൾ 10,993. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 7,251. വിജയശതമാനം 21.45.
എല്ലാ വിഭാഗങ്ങളിലുമായി പരീക്ഷ എഴുതിയവർ ആകെ കുട്ടികൾ 4,34,547. ആൺകുട്ടികൾ 2,20,224. പെൺകുട്ടികൾ 2,14,323. മറ്റ് വിവരങ്ങൾ. വിജയശതമാനം ഏറ്റവും കൂടിയ ജില്ല എറണാകുളം 83.09%, 83.09. വിജയശതമാനം ഏറ്റവും കുറഞ്ഞ ജില്ല കാസർഗോഡ് 71.09. 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളുടെ എണ്ണം. സർക്കാർ സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ, അൺഎയ്ഡഡ് സ്കൂളുകൾ, സ്പെഷ്യൽ സ്കൂളുകൾ. 100% വിജയമാക്കിയ സർക്കാർ സ്കൂളുകൾ 57, ടോട്ടൽ 57. സർക്കാർ സ്കൂൾ 6, എയ്ഡഡ് സ്കൂൾ 19, അൺഎയ്ഡഡ് സ്കൂൾ 22, സ്പെഷ്യൽ സ്കൂൾ 10. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ജില്ല മലപ്പുറം 64,426. ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ജില്ല വയനാട് 9,440. മുഴുവൻ സ്കോർ ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം 41. ആൺകുട്ടികൾ 7, പെൺകുട്ടികൾ 34. 1200-ൽ 1200. മുഴുവൻ വിഷയങ്ങൾക്ക് A+ ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം 30,145. പെൺകുട്ടികൾ 22,663. ആൺകുട്ടികൾ 7,482. സയൻസ് 22,772. ഹ്യൂമാനിറ്റീസ് 2,863. കൊമേഴ്സ് 4,510. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ A+ ഗ്രേഡിന് അർഹമാക്കിയ ജില്ല മലപ്പുറം 4,735. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് സജ്ജമാക്കിയ സ്കൂള് SV ഹയർ സെക്കൻഡറി സ്കൂൾ പാലേമേട് മലപ്പുറം 785. വിജയശതമാനം 72.48. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് സജ്ജമാക്കിയ സർക്കാർ സ്കൂൾ രാജാസ് GHS കോട്ടയ്ക്കൽ മലപ്പുറം 712 പേർ. വിജയശതമാനം 86.10. SC വിഭാഗത്തിൽ പരീക്ഷ എഴുതിയവർ 34,051. വിജയിച്ചവർ 19,719. വിജയശതമാനം 57.91. ST വിഭാഗത്തിൽ പരീക്ഷ എഴുതിയവർ വിജയിച്ചവർ 5,055. വിജയിച്ചവർ 3,047. വിജയശതമാനം 60.28. വ്യക്തിഗതമായ പരീക്ഷാഫലം ഇന്ന് വൈകിട്ട് 3:30 മണി മുതൽ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ള വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി. ഫൈൻ ഇല്ലാതെ 27/5/2025, ഫൈനോട് കൂടി 29/5/2025. ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ജൂൺ 23 മുതൽ 27 വരെ തീയതികളിലായി നടത്തും. പുനർമൂല്യനിർണ്ണയം, ഫോട്ടോ കോപ്പി, സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 27/5/2025. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി. സംസ്ഥാനത്തെ 389 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ NSQF അനുസരിച്ചുള്ള പാഠ്യപദ്ധതിയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. വൊക്കേഷണൽ കോഴ്സുകളുടെ പ്രായോഗിക പരീക്ഷ സ്കിൽ അസസ്മെൻറ്റ് ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷനും NSDC കീഴിലുള്ള സെക്ടർ സ്കിൽ കൗൺസിലുകൾ നിയോഗിക്കുന്ന അസസർമാരാണ് നടത്തുന്നത്. വൊക്കേഷണൽ കോഴ്സുകളുടെ തിയറി, ED മാനേജ്മെൻറ്റ് എന്നീ പരീക്ഷകൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ബോർഡ് നടത്തുകയും നോൺ വൊക്കേഷണൽ വിഷയങ്ങളുടെ പരീക്ഷകൾ ഹയർ സെക്കൻഡറി പരീക്ഷാ ബോർഡ് നടത്തുകയും സർട്ടിഫിക്കറ്റുകൾ നൽകുകയും ചെയ്യുന്നു. VHSC വിഭാഗത്തിൽ ഈ വർഷം 49 സ്കിൽ കോഴ്സുകളിലാണ് പരിശീലനം നൽകിയത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം 2025 മാർച്ച്. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 26,178. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 18,340. വിജയശതമാനം 70.06. മുൻവർഷത്തെ വിജയശതമാനം 71.42. 1.36% വ്യത്യാസമുണ്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മാർച്ച് 25 പ്രൈവറ്റ് വിഭാഗം. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 2025. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 287. വിജയശതമാനം 14.17%.
വിഷയാടിസ്ഥാനത്തിൽ വിജയശതമാനം: സയൻസ് 67.93, ഹ്യൂമാനിറ്റീസ് 74.21, കൊമേഴ്സ് 78.10. പരീക്ഷ എഴുതിയ ആൺകുട്ടികൾ 15,662. പരീക്ഷ എഴുതിയ പെൺകുട്ടികൾ 10,516. ആൺകുട്ടികളുടെ വിജയശതമാനം 62.10%. പെൺകുട്ടികളുടെ വിജയശതമാനം 81.91%. SC വിഭാഗത്തിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 2,411. ഉപരിപഠനത്തിൽ യോഗ്യത നേടിയവർ 14,402. ക്ഷമിക്കണം, 1,402. വിജയശതമാനം 58.15%. ST വിഭാഗത്തിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 208. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 123. വിജയശതമാനം 59.13. ഏറ്റവും കൂടുതൽ വിജയശതമാനം നേടിയ ജില്ല വയനാട്. വയനാട് ജില്ലയിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 727. വിജയശതമാനം 84.46. ഏറ്റവും കുറവ് വിജയശതമാനം നേടിയ ജില്ല കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 1,175. വിജയശതമാനം 61.70. 100% വിജയം നേടിയ സ്കൂൾ ആകെ 9 എണ്ണം. 100% വിജയം നേടിയ സർക്കാർ സ്കൂൾ 5 എണ്ണം. 100% വിജയം നേടിയ എയ്ഡഡ് സ്കൂൾ 4 എണ്ണം. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 193 എണ്ണം. മുൻവർഷം എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 251, കുറവ് 58. ഏറ്റവും കൂടുതൽ A+ നേടിയ സ്കൂൾ റഹ്മാനിയ VHS സ്കൂൾ കോഴിക്കോട് 7 എണ്ണം. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ A+ ഗ്രേഡിന് അർഹരായ ജില്ല തൃശ്ശൂർ. ഉത്തരക്കടലാസുകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കുള്ള അപേക്ഷകളും പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷകളും നിർദ്ദിഷ്ട ഫീസ് സഹിതം പഠനം പൂർത്തിയാക്കിയ സ്കൂളുകളിൽ 27/5/2025 സമർപ്പിക്കേണ്ടതാണ്. സേവ് എ ഇയർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ജൂൺ 2025. 2025 സേവ് എ ഇയർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾ 23/6/2025 തീയതി മുതൽ 27/6/2025 തീയതി വരെ നടത്തുന്നതാണ്. സേവ് എ ഇയർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾക്ക് അപേക്ഷ നൽകേണ്ട അവസാന തീയതി 27/5/2025. ഫൈനോടുകൂടി 29-ാം തീയതിയാണ് സ്വീകരിക്കുന്നത്. വേറെ അത്യാവശ്യമുള്ള 1-2 കാര്യങ്ങളൂടെ വളരെ പറയാനുണ്ട്. ഒരുമിച്ച് ആവാമോ, അതേ ഇത് അവസാനിപ്പിച്ചിട്ട് അതിലെത്തേക്ക് പോകാമെന്നോ? ഒരുമിച്ചാ അത് കൊണ്ടോ കഴിഞ്ഞു. ഇതും കൂടെ കഴിഞ്ഞിട്ട് മതിയോ ഞാൻ പറയാൻ പോകുന്നതും കൂടെ? മതിയല്ലേ? പോക്സോ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് സെക്കൻഡറി വിഭാഗം. സ്കൂളുകളിൽ സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പോക്സോ കേസുകളുടെ അടിസ്ഥാനത്തിൽ ഇരയായവരെ സംരക്ഷിക്കുക എന്നതാണ് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയം. അച്ചടക്ക നടപടി സ്വീകരിച്ച് വരുന്ന പോക്സോ കേസുകളിൽ 1 വർഷത്തിലേറെയായിട്ടും അച്ചടക്ക നടപടിയും തുടർ നടപടിയും എടുക്കാത്ത കേസുകളിൽ കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്രകാരം നടപടി സ്വീകരിക്കാത്ത പോക്സോ കേസുകളിൽ നിയമനാധികാരി, മേലധികാരി എന്ന നിലയിൽ അച്ചടക്ക നടപടി എടുക്കാത്ത കേസുകളിൽ പുതുതായി അച്ചടക്ക നടപടി തുടങ്ങുന്നതിനും തുടർന്നു വരുന്ന അച്ചടക്ക നടപടികളിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവ് ആയിട്ടുണ്ട്. സമയബന്ധമായ നടപടി പൂർത്തിയാക്കാത്ത കേസുകളുടെ ഫയൽ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ തുടങ്ങിയവ ലഭ്യമാക്കി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ നടപടി സ്വീകരിച്ചു വരികയാണ്. വകുപ്പിന് കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കെതിരെ നിലവിൽ റിപ്പോർട്ട് ചെയ്ത പോക്സോ കേസുകളുടെ എണ്ണം 77 ആണ്. ഇതിൽ 65 പേർ അധ്യാപകരും 12 പേർ അനധ്യാപകരുമാണ്. ഈ കേസുകളിൽ വകുപ്പുതല അച്ചടക്ക നടപടി പൂർത്തിയാക്കിയ പോക്സോ കേസുകളിൽ നിർബന്ധ പെൻഷൻ നൽകിയത് ഒരാൾക്കാണ്. സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത് 10 പേരെയും ഉൾപ്പെടെ 45 ജീവനക്കാർക്കെതിരെ കർശനമായ അച്ചടക്ക നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ബാക്കി കേസുകൾ ദ്രുതഗതിയിൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ്.
വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പോക്സോ കേസ് പ്രകാരം 3 കേസുകൾ രജിസ്റ്റർ ചെയ്ത് അച്ചടക്ക നടപടി തുടർന്നു വരുന്നു. ഈ 3 ജീവനക്കാർക്കും 2 അധ്യാപകർക്കും ഒരു ലാബറട്ടറി ടെക്നിക്കൽ അസിസ്റ്റന്റിനും എതിരെ ഉണ്ടായ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ ശരിയാണെങ്കിൽ ദുരനുഭവം നേരിട്ട കുട്ടികളുടെ മാനസിക വേദന അതിരിട്ടതാണെന്നും ഈ സാഹചര്യത്തിൽ കുട്ടികൾക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ സ്കൂളിൽ വരാനും നിയമ നടപടികളുമായി സഹകരിക്കുവാൻ സാധിക്കുന്നതിനും സ്വതന്ത്രമായ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ ജീവനക്കാർക്ക് വേലവിലക്ക് ഏർപ്പെടുത്തി അച്ചടക്ക നടപടി തുറന്നു വരികയാണ്. പ്രസ്തുത 3 കേസുകളിലും നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ്. ഹയർ സെക്കൻഡറി വിഭാഗം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പോക്സോ കേസുകൾ ഉൾപ്പെട്ട് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 14 അധ്യാപകരെയും എയ്ഡഡ് മേഖലയിൽ നിന്ന് 7 അധ്യാപകരെയും സസ്പെൻഡ് ചെയ്യുകയും നിയമാനുസൃതമായ നടപടി സ്വീകരിച്ചു വരികയുമാണ്. ഇതിൽ 2024-25 അക്കാദമിക് വർഷത്തിൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്ന് 2 അധ്യാപകരെയും എയ്ഡഡ് മേഖലയിൽ നിന്ന് 2 അധ്യാപകരുമാണുള്ളത്. താരതമ്യേന മുൻ വർഷത്തേക്കാൾ ഇത്തരത്തിലുള്ള കേസുകളുടെ കുറവുകൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അധ്യയനം വർഷം തുടങ്ങാൻ വേണ്ടി പോവുകയാണല്ലോ, അപ്പോൾ ആദ്യമേ തന്നെ അതിൻ്റെ മുന്നറിയിപ്പ് കൊടുക്കാം എന്ന് ഉദ്ദേശിച്ചാണ് ഇത് പറഞ്ഞത്. ഇത് കഴിഞ്ഞ് ബാക്കി നമുക്ക് പിന്നെ എടുക്കാം. ഇതും കൂടെയാണ് ഉദ്ദേശിച്ചത്. ഇനി നമ്മുടെ ഇവരെല്ലാം പോയ ശേഷം നമ്മുടെ ഗവൺമെൻറ് വാർഷികമുണ്ട്, സമാപന സമയം GR ആനിലും വരും. സെക്രട്ടറി എന്നുള്ള ശരിയായോ? ആഫ്റ്റർ 12th കരിയർ ഗൈഡൻസ് പ്രോഗ്രാം എന്ന് 12ാം ക്ലാസ് പരീക്ഷയിൽ തുടർ പഠനത്തിന് അർഹത നേടിയ വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഒട്ടേറെ തുടർ പഠന സാധ്യതകളുണ്ട്. ഈ സാധ്യതകളിലേക്ക് വിദ്യാർത്ഥികളെ കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസൻ്റ് കൗൺസിലിംഗ് സെൽ നടത്തുന്ന കരിയർ ഗൈഡൻസ് പ്രോഗ്രാമാണ് ഫോക്കസ് പോയിൻ്റ് 2.0. ഇന്ത്യയിലെ ലഭ്യമായ മുഴുവൻ കോഴ്സുകൾ, പ്രവേശന പരീക്ഷകൾ, സ്കോളർഷിപ്പുകൾ, വിദേശ പഠനം ഉൾപ്പെടെയുള്ള മേഖലകളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണത്. ഇതിനായി സംസ്ഥാനത്തെ മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും 12ാം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികൾക്ക് 2025 മെയ് മാസം 26-ന് രാവിലെ 10 മുതൽ 1 മണി വരെ ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസൻ്റ് കൗൺസിലിംഗ് സെൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും പരിശീലനം ലഭിച്ച കരിയർ ഗൈഡായിട്ടുള്ള അധ്യാപകർ ഫോക്കസ് പോയിൻ്റ് 2.0യുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്താൻ ഒരുപാട് തട്ടിപ്പിൻ്റെ പേരിൽ നടക്കുന്നുണ്ട്. കരിയർ ഗൈഡൻസ് എന്നെല്ലാം പറഞ്ഞ് കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇത് വളരെ പ്രിപ്പയർഡായിട്ട് പാരമ്പര്യമുള്ളവരാണ്.
വേണ്ട ഒന്നുമില്ലേ? അതെ. അപ്പം അത്രമാത്രം നിലവാരം ഉയരുന്നു എന്നുള്ളതാണ്, സ്റ്റാൻഡേർഡ് റിസൾട്ടിനുണ്ടാവുന്നു എന്നുള്ളതാണ്. ഇല്ല ഇല്ല അങ്ങനെയൊന്നുമില്ല. ഇല്ല. എങ്ങനെ അതൊക്കെ പറയേണ്ട കാര്യങ്ങളിലൂടെ പറയാൻ പറ്റുള്ളൂ. അല്ല, അതിലിപ്പം നമ്മളിപ്പം പിന്നെ പരീക്ഷ നടത്തുന്നതിന് വേണ്ടി ഇവിടെ അധ്യാപകരൊക്കെ ഇരിക്കുകയാണല്ലോ. പരീക്ഷ നടത്തുന്നു, കുട്ടികൾ പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു. നന്നായി പഠിച്ച കുട്ടികൾ പരീക്ഷയിൽ ജയിക്കുന്നു, മോശമായ കുട്ടികൾ പരീക്ഷ തോക്കുന്നു. 1 മുതൽ 10ാം ക്ലാസ് വരെയാണെങ്കിൽ 9ാം ക്ലാസ് വരെയാണെങ്കിൽ നമ്മൾ രണ്ടാമത് അവരെ പഠിപ്പിച്ചെടുക്കുന്നു. അപ്പോൾ പരീക്ഷ ഇടുന്നത് എല്ലാവരും ജയിക്കാൻ വേണ്ടിയല്ലല്ലോ. മോശമായി എഴുതുന്നവർ തോക്കും. അതിന് പിന്നെ പരീക്ഷ നടത്തിപ്പുകാർ അതിന് ഉത്തരവാദികളല്ല. ഇതിൻ്റെ സൂചന കണ്ടുകൊണ്ട് അതിൽ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തുക എന്നുള്ളതാണ് ചെയ്യാൻ വേണ്ടത്. എന്നാൽ മാത്രമേ നമ്മളെ കുട്ടികൾ ഇന്ത്യയിൽ ഏത് പരീക്ഷ എഴുതാനും സജ്ജമായി വരുള്ളൂ. അങ്ങനെയുള്ള കുട്ടികളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ലക്ഷ്യം. അതെ. അല്ല, കാരണം കുറച്ചുകൂടി കുട്ടികളും ശ്രദ്ധിക്കണം, അധ്യാപകരും ശ്രദ്ധിക്കണം. കുട്ടികൾ നന്നായി പഠിക്കണം, അധ്യാപകർ നന്നായി പഠിപ്പിക്കണം. കുട്ടികളുടെ കുറവുകൾ എന്താണെന്ന് പിന്നെ പരിശോധിച്ച് അതൊരു ഷോർട്ട് ടൈം ആയി തന്നെ പരിഹാരം കണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ 8ാം ക്ലാസ്സിൻ്റെ സബ്ജക്റ്റ് മിനിമത്തിൽ ഹിന്ദി ആണല്ലോ ഏറ്റവും കൂടുതൽ കുറവ് വന്ന്. അതുകൊണ്ട് ഹിന്ദി സാറുമാരാകെ കുഴപ്പമാണെന്ന് അവർ ആരെ പഠിപ്പിക്കാൻ അറിഞ്ഞുകൂടാത്തതെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അത് ഓരോ സ്ഥലത്തെയും ഓരോ സാഹചര്യങ്ങളുടെ ചെറിയ വ്യത്യാസമാണ് വന്നിട്ടുള്ളത്. പക്ഷേ എങ്കിലും വളരെ പിന്നെ നിലവാരമുള്ള SLCയുടെ പരീക്ഷാഫലത്തെ സംബന്ധിച്ച് നല്ല അഭിപ്രായമാണ് വന്നിട്ടുള്ളത്. നല്ല നിലവാരമുള്ള അഭിപ്രായമാണ് വന്നിട്ടുള്ളത്. ഹയർ സെക്കൻഡറിയുടെയും ഇനിയേ അതിൻ്റെ വിവരങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ഞാനത് 2 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് +2 പാസ്സായ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ SSLC പാസ്സായി വരുന്ന പോലെയല്ല. എങ്കിൽ തന്നെയും ഇപ്പം നമുക്കിവിടെ അതെ 10ാം ക്ലാസ്, നിങ്ങൾ 10ാം ക്ലാസ്സിൻ്റെ കാര്യമല്ലേ ചോദിച്ചത്? ഇതിലിവിടെ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായി ഓൺലൈനായി 2025 മെയ് 21 വരെ അപേക്ഷകൾ സ്വീകരിക്കുകയുണ്ടായി. ഹയർ സെക്കൻഡറി ആണോ അവർ ചോദിക്കുന്നത്? 4,62,864 അപേക്ഷകളാണ് ലഭിച്ചത്. മറ്റു ജില്ലകളിൽ നിന്നുള്ള അപേക്ഷകൾ 45,723 ഉണ്ടായിരുന്നു. അത് കുറവ് ചെയ്താൽ പരിഗണിക്കപ്പെടേണ്ട അപേക്ഷകളെന്ന് പറയുന്നത് 4,17,141. നമുക്കിത് പരിഗണിക്കാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ. നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പരിഗണിക്കാൻ പറ്റുന്ന കാര്യം. ഓരോ ജില്ല തിരിച്ചുള്ള കണക്കിൻ്റെ ഉണ്ട്. അത് പ്രശ്നം ഉണ്ടാവില്ല, അതിന് തയ്യാറെടുത്തിട്ടുണ്ട്.
എല്ലാവരും ഇരിക്കുകയില്ലേ? ഈ പരീക്ഷയിൽ മാർക്ക് സമീകരണം നടത്തുമ്പോൾ ആശങ്കകളുള്ളത് സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ വ്യവസ്ഥിതമായ സാധ്യത മുന്നോട്ട് പോകുന്നു. മാത്രമല്ല ഈ കഴിഞ്ഞ 2 കൊല്ലമായിട്ടുള്ളൊരു അഡ്മിഷൻ്റെ ട്രെൻഡ് CBSE കുറച്ച് കൂടുതൽ ആളുകൾ പോയി നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ അതിൽ സ്വാഭാവികമായുള്ള കുറവ് ഏർപ്പെടും. നമ്മൾ ഈ നിലവാരം കൂട്ടാനുള്ള നടപടികൾ എങ്ങനെയാണ് ഇത് നമ്മുടെ ഈ ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള നടപടികൾ തന്നെയാണ്. സബ്ജക്റ്റ് മിനിമവും പിന്നെ അതേപോലെ തന്നെ നിലവാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പുതിയ സ്കീംസും ഒക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. അത് തന്നെയാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഗവൺമെൻറ്റിൻ്റെ നയപരമായ കാര്യമല്ല ഞാൻ പറയുന്നത്, ഇപ്പോൾ പറയുന്നത്. ഈ പല സംസ്ഥാനങ്ങളിലും ഹയർ സെക്കൻഡറി മാർക്കാണ് അടുത്ത മെഡിസിനും എഞ്ചിനീയറിങ്ങിനായിരുന്നാലും പ്രയോജനപ്പെടും. തമിഴ്നാട്ടിലും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇവിടുത്തെ എൻട്രൻസ് കോച്ചിങ് ക്യാമ്പുകളിൽ അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ 100% മാർക്കുള്ളവർക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. ഇത് കൂടാതെ കേരളത്തെപ്പോലെ ഒരു സംസ്ഥാനത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് താങ്ങാൻ കഴിയാത്ത രൂപത്തിലുള്ള ഫീസാണ് വാങ്ങുന്നത്. അത്തരം ചില പേരുകേട്ട സ്ഥാപനങ്ങൾ നടത്തുന്ന പ്രദേശം ഒരു ടൗൺഷിപ്പായി മാറിയിരിക്കുകയാണ് ഈ കാര്യം കൊണ്ട് മാത്രം. അപ്പം അതുകൊണ്ട് 100% മാർക്ക് കിട്ടിയ കുട്ടികളെ പരിശീലിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഈ ഒരു സാമ്പത്തിക ശേഷിയുള്ളവർക്ക് മാത്രം പഠിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണ്. കാരണം അവിടെ ചേരണം, അവിടെ വീട് വാടകയ്ക്ക് എടുക്കണം, അച്ഛനും അമ്മയും അവിടെ താമസിക്കണം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിന്നുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അതൊരു നമുക്ക് നിയന്ത്രിക്കാനൊന്നും കഴിയുന്നില്ല. ഈ സ്ഥാപനങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അമിതമായി കുട്ടികളിൽ നിന്ന് രക്ഷകർത്താക്കളിൽ നിന്ന് ഈ ഫീസ് വാങ്ങുന്ന നിരവധി പരാതികൾ വരികയാണ്. അത് കുറയ്ക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അങ്ങനെ വരുന്ന അവസരത്തിലാണ് +2 മാർക്ക് ലിസ്റ്റ് എഞ്ചിനീയറിങ്ങിനും മെഡിസിനും ഒക്കെ തന്നെയുള്ള പ്രവേശനത്തിന് പ്രയോജനപ്പെടുത്താൻ വേണ്ടി കഴിയുമോ, അത് പരിഗണിച്ച് കാര്യങ്ങൾ നീക്കാൻ കഴിയുമോ എന്നുള്ള ചർച്ച വരുന്നത്. ഈ നമ്മുടെ ഈ റോഡിൻ്റെ കാര്യം കേട്ടോ, റോഡിൻ്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണല്ലോ ചോദിച്ചത്. അത് ഒരു തർക്കവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ കത്തെല്ലാം ഏതോ ടെലിവിഷൻ ചാനലിന് കിട്ടിയെന്നാണ് വാർത്ത കണ്ടത്. അവർ കാണിച്ചാൽ നമുക്കത് ഉപകാരമായിരുന്നു. അങ്ങനെ ഒരു കത്തും അവർ 2 മന്ത്രിമാർ എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടില്ല. LDF സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നൂതന നിലവാരത്തിൽ നവീകരിച്ച 60-ലധികം റോഡുകൾ കേരളത്തിൽ ഒരുമിച്ച് സമർപ്പിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ അന്ന് CM-ന് വരാൻ അസൗകര്യമുള്ളതുകൊണ്ട് ഞാനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. 14 ജില്ലകളിലുമായി പൊതുമരാമത്ത് വകുപ്പിൻ്റെ 50-ലധികം റോഡുകളുണ്ടായിരുന്നു. തിരുവനന്തപുരം നഗരത്തിലെ 12 സ്മാർട്ട് റോഡുകൾ എന്നിവ ഒരുമിച്ച് നാടിന് സമർപ്പിക്കുന്ന ചടങ്ങാണ് അന്ന് നടന്നത്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടിയിരുന്നത്. എന്നാൽ ചില കാരണങ്ങളാൽ അദ്ദേഹത്തിന് ഇതടക്കം 3 പരിപാടി അന്ന് റദ്ദാക്കേണ്ടി വന്നു. ഈ പശ്ചാത്തലത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞാനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു വിവാദവും ഇല്ലാത്തതുകൊണ്ട് ചില ആൾക്കാർ വിവാദം ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുള്ളതല്ലാതെ മന്ത്രിമാർ തമ്മിലോ ഞങ്ങൾ തമ്മിലൊന്നും ഒരു തർക്കവും ഇക്കാര്യത്തിലില്ല. അത് പ്രസിദ്ധീകരിച്ച പത്രങ്ങൾക്ക് മാത്രമാണ്, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മാത്രമാണ് തർക്കമുള്ളത് എന്നുള്ള കാര്യം സൂചിപ്പിക്കുക. അതൊന്നും പറഞ്ഞു. വ്യാജ വെബ്സൈറ്റ് വീണ്ടും വന്നിട്ടുണ്ട്. പറഞ്ഞിട്ട്
കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു വാർത്തയെ തുടർന്ന് എടുത്ത നടപടിയും അതിന് ബാക്കിയുള്ള കാര്യങ്ങളുമാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ നമ്മുടെ റിസൾട്ട് എല്ലാം തന്നെ സർക്കാരിൻ്റെ തന്നെ പരീക്ഷാ ഭവൻ്റേതായിട്ടുള്ള വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഉത്തർപ്രദേശ് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം പരീക്ഷാ ബോർഡിൻ്റേതാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് പ്രവർത്തിക്കുകയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നിലവിലുള്ള വെബ്സൈറ്റ് എന്ന് പറയുന്നത് kbpe.kerala.gov.in എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ kbpe.org എന്ന പേരിൽ ഒരു വ്യാജ വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശമെന്ന് പറയുന്നത് ഈ വെബ്സൈറ്റിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം കൂടി അവർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വ്യാജ സർട്ടിഫിക്കറ്റുമായിട്ട് പല കുട്ടികളും അതിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് അവർ സർട്ടിഫിക്കറ്റുമായിട്ട് നടക്കുകയും ആ മാർക്കുള്ള വ്യത്യാസം കാരണം വീണ്ടും പരാതികളുമായിട്ട് പലപ്പോഴും വരികയും ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥാപനങ്ങളും വന്നിട്ട് വെരിഫിക്കേഷന് വേണ്ടി അയക്കുമ്പോഴാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് അല്ല എന്ന് ഈ കുട്ടികൾ പോലും ഇത് മനസ്സിലാക്കുന്നത്. അത് കാരണം അവർക്ക് പലതരത്തിലുള്ള കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ അറിയിപ്പായിട്ട് കൊടുക്കണം. സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അവർ കൊടുക്കുന്ന ചില സർട്ടിഫിക്കറ്റുകളാണ്, അത് 600 മാർക്കിലാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ അത് കുട്ടികളെ അത് തെറ്റിദ്ധരിപ്പിക്കുകയും ഒരുപക്ഷെ അവർക്ക് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയും നഷ്ടങ്ങളുണ്ടാക്കുകയും ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതുകൊണ്ട് സൈബർ സെല്ലിന് പരാതി കൊടുത്തിട്ടുണ്ട്. അത് പൂട്ടിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി. പക്ഷേ ഒരു പേരിൽ നിന്ന് പൂട്ടിച്ചു കഴിഞ്ഞാൽ അടുത്ത പേരിൽ വീണ്ടും തുടങ്ങുക എന്നുള്ളതാണ് ഇവിടെ കാണുന്ന ഒരു ഇത്. പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ട് അതിൽ ആദ്യം നോക്കിയപ്പോൾ A+ ഉണ്ടായിരുന്നു, രണ്ടാമത് നോക്കിയപ്പോൾ A ആണ് കാണുന്നത് എന്നുള്ള അപ്പോൾ ആദ്യം നോക്കുന്നത് തന്നെ തെറ്റായ വെബ്സൈറ്റിലാണ് നോക്കുന്നത് എന്നുള്ളതാണ്. ബോർഡ് ഓഫ് സ്കൂൾ എക്സാമിനേഷൻ കേരള എന്ന് എഴുതിയിട്ട് ഹിന്ദിയിൽ ഒപ്പിട്ടൊക്കെ ഉണ്ടല്ലോ. അല്ലേ, ഹിന്ദിയിൽ ഒപ്പിട്ട് വെറും മണ്ടനാണ് ഈ കള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അല്ല, https://www.kbpe.org kbpe.org അത് വ്യാജ വെബ്സൈറ്റാണ്. അവരിപ്പോൾ www.keralaboard.org എന്ന പേരിലേക്കും കൂടെ മാറ്റിയിട്ടുണ്ട്. ഇതിൽ വേറൊന്നുണ്ട്. കേരള ബോർഡ് ഓഫ് പബ്ലിക് പരീക്ഷ, കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻസ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് അല്ലേ? ഇന്നലെ അമ്മയുടെ പേര് എലീമ, ക്രമ നമ്പർ പരാതി കൊടുത്തില്ലല്ലേ? പരാതി കൊടുത്തിട്ടുണ്ട് സാർ. പക്ഷേ ഈ ഓൺലൈനൊക്കെ അത് ഒരിടത്തു നിന്ന് ഒരു പേരിൽ മാറിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത അടുത്ത പേരിൽ തുടങ്ങുക എന്നുള്ളതാണ്. പക്ഷേ മാധ്യമങ്ങളൊരു പ്രാധാന്യത്തോട്ട് പ്രസിദ്ധീകരിച്ചിട്ട് നമ്മുടെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതിൽ ഇപ്പം തന്നെ നമുക്ക് ഡോക്യുമെൻ്റ് വന്നിട്ടുണ്ട്. ആ കുട്ടികൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പരീക്ഷാ ഭവൻ്റെതായിട്ട് കൊടുക്കുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ച് സംശയ നിവാരണം വരുത്തിയതിന് ശേഷമേ ഇത് വിശ്വസിക്കാവുള്ളൂ. നമ്മുടെ വെബ്സൈറ്റിലെ എല്ലാ കുട്ടികളുടെയും പരീക്ഷയുടെ വിശദമായ വിവരങ്ങൾ അവർക്ക് മാത്രം കിട്ടുന്ന രീതിയിൽ നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട്. അല്ല, നമ്മുടെ കേരളത്തിന് പുറത്തുള്ള ഒരു സ്ഥാപനം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞ് തട്ടിപ്പിൻ്റെ കാര്യമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ 2-3 പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ്, പാരൻ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻകാർ സർക്കാർ പറഞ്ഞ കാശ് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ എന്നുള്ളത്. 3000, 4000, 5000, 6000, 10000 രൂപ വാങ്ങിയാൽ കുട്ടികൾക്ക് താങ്ങാൻ വേണ്ടി കഴിയുന്നില്ലെന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ്. അത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ ശക്തമായ നടപടി സ്വീകരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യം ഞാൻ പറയുകയാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ പത്രസമ്മേളനത്തിലും പറഞ്ഞ് SSLC പരീക്ഷയുടെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ +1 അഡ്മിഷൻ പൂർത്തീകരിച്ചു, ലിസ്റ്റ് വിടുകയാണ്. അതൊരു തരം തട്ടിപ്പല്ലേ? അപ്പം അതും നടപടിയിലത്തേക്ക് പോകില്ല എന്ന് ഉദ്ദേശമായിരിക്കും. അവർ വലിയ സ്ഥാപനങ്ങളൊക്കെ ആയതുകൊണ്ട് നടപടിയിലത്തേക്ക് പോകില്ല എന്ന് ഉദ്ദേശമായിരിക്കും വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ നിയമങ്ങൾ പാലിച്ചാൽ മാത്രമേ മതിയാവൂ. അതൊന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിജിലൻസ് സ്ക്വാഡിന് ഈ പരാതിയും സംശയവും ഉള്ള സ്കൂളുകൾ പരിശോധിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സന്തോഷം കൊടുക്ക്.